നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രചാരണം ആരംഭിച്ചു. LDF സ്ഥാനാർത്ഥി M. സ്വരാജ് എടക്കര പഞ്ചായത്തിലും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മുത്തേടം പഞ്ചായത്തിലുമാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വീടുകൾ കയറിയുള്ള വോട്ട് അഭ്യർത്ഥന ഇന്ന് നടത്തില്ല. പകരം പ്രധാന വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ പെരുന്നാൾ ദിവസമായ നാളേക്ക് ശേഷമായിരിക്കും പ്രചാരണം ആരംഭിക്കുക. വോട്ട് അഭ്യർത്ഥനയ്ക്കൊപ്പം ആരോപണ പ്രത്യാരോപണങ്ങൾക്കും നിലമ്പൂർ വേദിയാകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെയും ഇടത് നേതാക്കളുടെയും മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ UDF ക്യാമ്പ് ആയുധമാക്കുമ്പോൾ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള KC വേണുഗോപാലിന്റെ അടക്കം പ്രസ്താവനയാണ് LDF പ്രചാരണ വിഷയമാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് അനന്തു ചേരുന്നു. അനന്തു, സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രചരണം നടത്തുന്നത് ഇന്ന് വീടുകൾ M. സ്വരാജ് എന്ന എടക്കര പഞ്ചായത്തിലാണ് പ്രചരണം നടത്തുന്നത്. അദ്ദേഹം പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു. വിവിധ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു തിരക്കിലാണ് M. സ്വരാജ് ഉള്ളത്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് NDA സ്ഥാനാർത്ഥി ഇന്ന് മുത്തേടം പഞ്ചായത്തിലാണ് വോട്ട് അഭ്യർത്ഥനയുമായി പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം PV അൻവറിന്റെ വിഷയം വളരെയധികം ചർച്ച ചെയ്തതാണ്. PV അൻവർ പ്രചരണത്തിന് ഇറങ്ങുമോ എന്നുള്ളതിൽ ഒരു സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ പെരുന്നാളിന് ശേഷം, അതായത് നാളെയാണ് പെരുന്നാൾ, നാളേക്ക് ശേഷം പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാകുമെന്ന കാര്യം PV അൻവറും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രമുഖരായ 4 സ്ഥാനാർത്ഥികളും പ്രചരണം വളരെയധികം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. LDF പ്രധാനമായും ഈ KC വേണുഗോപാൽ പ്രസ്താവനയിൽ അടിസ്ഥാനമാക്കിയാണ് പെൻഷൻ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഈ കുടിശ്ശിക നൽകിയ പെൻഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്നത് കൈക്കൂലിയായിട്ടാണ്, അത് കൈക്കൂലിയായാണ് വാങ്ങുന്നത് എന്നുള്ളൊരു പ്രസ്താവന KC വേണുഗോപാൽ നടത്തിയിരുന്നു. ആ ഒരു പ്രസ്താവനയെ പ്രചരണായുധമാക്കിയാണ് LDF മുന്നോട്ട് പോകുന്നത്. അതിനെ പ്രധാന വിഷയമാക്കി എടുക്കുന്നു. ഇന്ന് ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു സംഗമം വരെ LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അവർ ഈ പെൻഷൻ ഗുണഭോക്താക്കളെ കൂട്ടി അവരുടെ ഒരു സംഗമം നടത്തി ഈ പ്രസ്താവനയ്ക്കെതിരെ പെൻഷൻ ഒരു അവകാശമാണ്, അത് കൈക്കൂലിയല്ല എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിയെല്ലാം UDFനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണ്ഡലത്തിലുടനീളം അങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി LDF ശ്രമിക്കുന്നുണ്ട്. അതേസമയം UDFന്റെ പ്രധാന പ്രചരണായുധം മലപ്പുറം ജില്ലയ്ക്കെതിരായ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ ഇടത് നേതാക്കളുടെയും ചില പ്രസ്താവനകളാണ്. അത് തുടക്കം മുതൽ തന്നെ അവർ സ്വീകരിച്ചു വന്ന നിലപാടാണ്. മലപ്പുറം ജില്ലയ്ക്കെതിരെ വളരെ ശക്തമായ അല്ലെങ്കിൽ മോശമായ, മലപ്പുറം ജില്ലയെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ചില നീക്കങ്ങൾ ഇടതു നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയുള്ള ഇടതു നേതാക്കൾക്കെതിരെയാണ് UDFന്റെ പ്രചാരണം പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചരണം, വോട്ടഭ്യർത്ഥന ഒരു ഭാഗത്തുകൂടി നടത്തുന്നുണ്ടെങ്കിൽ പോലും പ്രധാന നേതാക്കൾ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത്. നിലമ്പൂരിന്റെ ഇനി ഒരു 2 ആഴ്ചയോളം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. ആ ദിവസങ്ങൾ കൂടി കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സജീവമാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് 3 മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ. ശരി അനന്തു.